രാവിലെ എനിക്ക് തിരക്കിട്ട പണിയാണ്. ഇന്ന് സൺഡേ ആണ്. ഇന്ന് പള്ളിയിൽ പോകണം. അതിനായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ട് വേണം എനിക്ക് പള്ളിയിൽ പോകുവാൻ. ഞാൻ തയ്യാറാക്കി എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. ഞാനിവിടെ ടേബിളിൽ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ എല്ലാം എടുത്തു വെച്ചിട്ടാണ് പള്ളിയിൽ പോകുന്നത്. ചായ തയ്യാറാക്കി വെച്ചു. പിന്നെ 2 കുറ്റി പുട്ട് തയ്യാറാക്കി വെച്ചു. സാമ്പാർ, പുട്ട് കഴിക്കാത്തവർക്ക് ഇഡലിയും തയ്യാറാക്കി വെച്ചു. ഇനിയും പള്ളിയിൽ പോവുകയാണ്. ഏറ്റവും ഒടുവിലായി 2 പ്ലേറ്റ് എടുത്ത് വെച്ചു. 2 കപ്പ് പച്ചവെള്ളം, പഞ്ചസാര, ആവശ്യമുള്ളവർക്ക് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പള്ളിയിൽ പോയിട്ടൊക്കെ വന്നു. അതിനുശേഷം ഒരു ചായ ഇട്ട് കുടിക്കാൻ പോവുകയാണ്. പിന്നെ ചോറിരിപ്പുണ്ട്, അതൊന്ന് ചൂടാക്കണം. പിന്നെന്തെങ്കിലും ഒരു തോരൻ വെക്കണം. അപ്പം വീഡിയോയിലേക്ക് പോകാം. എല്ലാവരെയും സ്വാഗതം ചെയ്യും. നമ്മുടെ ഫ്രിഡ്ജിൽ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ് എടുത്ത് വയ്ക്കാം. ഒന്ന് തണുപ്പ് പോകട്ടെ, അതിനുശേഷം ചൂടാക്കാം. ഇന്നലെ കറി വെച്ച ചിക്കൻ ഇരിപ്പുണ്ട്. ഈ ചിക്കനും കൂടെ എടുത്ത് വെളിയിൽ വയ്ക്കാം. എന്താ ഇത് ചൂടാക്കണം. മത്തങ്ങാക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചൂടാക്കണം. മീൻ കറിയാണ് രാവിലെ ഞാൻ ചൂടാക്കി വെച്ചിട്ടാണ് പള്ളിയിൽ പോയത്. അപ്പം ഇത്രയും മീൻ കറിയും ഇരിപ്പുണ്ട്. നേരത്തെ ഞാൻ അച്ചാറിനെല്ലാം മസാലയെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഇതൊന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കായപ്പൊടിയും എല്ലാം, കായപ്പൊടിയൊക്കെ ഇട്ടതാണ് ഇതിൻ്റെ അകത്ത്. എല്ലാം ഇട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റി എടുക്കണം. അങ്ങനെ അതും തയ്യാറാക്കണം. ഇത്രയൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്കിനും നമ്മുടെ ചായക്ക് പാലും വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു, തിളച്ചിട്ടുണ്ട്. ഇനി തേയിലപ്പൊടിയും പഞ്ചസാരയും ഏലക്കായും ഇടാം. അങ്ങനെ ചായ തയ്യാറാക്കി കപ്പിലേക്ക് എടുത്തു. ഇനിയും ചായ കുടിക്കാൻ പോവുകയാണ്. പിന്നെ ഞാൻ ഷോപ്പിൽ നിന്നും ഉഴുന്നുവടയും പരിപ്പുവടയും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ കൂട്ടി ചായ കുടിക്കാം. അതിനുശേഷം ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് കഴിക്കണം. വന്നു കഴിഞ്ഞ് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അതങ്ങ് തേച്ച് മടക്കി വെക്കുകയാണ്. കുറച്ച് തേച്ച് മടക്കി വെച്ചിട്ടായിരുന്നു പോയത്. ഇനി ബാക്കി കുറച്ച് പാത്രം കൂടെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാം. അതിനുശേഷം ചോറിലെ തണുപ്പൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കുറഞ്ഞ് കിട്ടും. ഇപ്പോഴേ ചൂടാക്കാം. ചായ ഒക്കെ കുടിച്ച പാത്രം ഗ്ലാസും എല്ലാം ഉണ്ട്. ഒന്ന് കഴുകി വെക്കട്ടെ. അതിന് ശേഷം വീണ്ടും കാണാം.
ചോറ് ചൂടാക്കാൻ ഞാൻ അടുപ്പത്ത് വെച്ച് സ്വല്പം വെള്ളവും ഒഴിച്ചാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കുത്തരിച്ചോറല്ലേ, ഒത്തിരി വെള്ളം ഒഴിച്ചാൽ വെന്തളിഞ്ഞു പോകും. ഞാൻ ഇങ്ങനെയാണ് ചോറ് ചൂടാക്കുന്നത്. ചൂടാകട്ടെ. ചിക്കൻ ചൂടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ചിക്കനെ ചൂടാക്കാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. കുറച്ച് മാത്രമേ ഉള്ളൂ കൂട്ടിയതിൻ്റെ ബാക്കിയായിട്ട്. പിന്നെ അത് മതിയാകുകയുള്ളൂ. ഒന്ന് ചൂടാകട്ടെ. ഇതിനകത്ത് ചാറ്, അതായത് മസാലകളൊന്നും ഇല്ല, ഗ്രേവി ഇല്ല. ഗ്രേവി കുറച്ചേ ഉള്ളൂ. ഒന്ന് ഉണക്കിയെടുക്കാനാണ് തീരുമാനിക്കുന്നത്. അപ്പം ഇതും ഒന്ന് ചൂടാകട്ടെ. പഴയ ചോറ് അടുപ്പേ വെച്ചിരുന്നല്ലോ, നന്നായി തിളച്ച് കയറി ഒന്നുകൂടെ വെന്ത് നല്ല ഫ്രഷായിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള വെള്ളം ഇതിൻ്റെ അകത്ത് വാർന്ന് കളയും. അങ്ങനെ ചോറ് റെഡിയായി. പിന്നെ മത്തങ്ങാക്കറി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ ചൂടാക്കാൻ വെച്ചു. നന്നായി ചൂടായിട്ടുണ്ട്. അങ്ങനെ കറിയും തയ്യാറായി. ഞങ്ങളുടെ പള്ളിയിൽ പോക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരു ഞായറാഴ്ച വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഫ്രിഡ്ജിൽ കാണും, അത് ചൂടാക്കിയൊക്കെ കഴിക്കും. പിന്നെ വൈകിട്ടാണ് വെള്ള ചപ്പാത്തിയോ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കുക പതിവ്. മിക്കവാറും ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ കഞ്ഞിയിടാറ് പതിവില്ല.